പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിൻ്റെ 16ാമത് എന്യൂമറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സെൽഫ് എന്യൂമറേഷൻ ചെയ്തുകൊണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാവുന്നതാണ്. അതിന് നമ്മുടെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അത് നമ്മൾ കേരള സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ക്യാപ്ച കൊടുത്തിട്ടുണ്ട് അവിടെ. ആ ക്യാപ്ച നമ്മളതുപോലെ അടിക്കുക. WU ഓരോരുത്തർക്കും ഓരോ ക്യാപ്ച ആയിരിക്കും കിട്ടുക. അത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. ഹൗസ് ഹോൾഡിൻ്റെ പേര് കൊടുക്കുക. പിന്നീട് അവിടെ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുക, നമ്മുടെ മൊബൈൽ നമ്പർ. പിന്നീട് നമുക്ക് ഇമെയിൽ ID കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു OTP വരും നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക്. ആ OTP നമ്മളിവിടെ കൊടുക്കുക. നമ്മുടെ സാധാ മെസ്സേജിലാണ് OTP വരിക. 111 536. വെരിഫൈ OTP ചെയ്യുക. അതോടൊപ്പം ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യണം. ലാംഗ്വേജ് നമ്മൾ മലയാളം തന്നെ കൊടുക്കുക. ഒരു പ്രാവശ്യം ഇംഗ്ലീഷ് കൊടുക്കുന്നതിനും പ്രശ്നമില്ല, പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ കൊടുത്താൽ പിന്നീട് അത് മാറ്റാൻ വളരെ പ്രയാസമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മലയാളം തന്നെ കൊടുക്കുക. കുറച്ചുകൂടി അതായിരിക്കും നന്നാവുക. എന്നിട്ട് വെരിഫൈ OTP ചെയ്യുന്നു. ഞാൻ നേരത്തെ അത് കൊടുത്തിട്ടില്ലായിരുന്നു, അതാണ് അങ്ങനെ വന്നത്. പിന്നീട് നമ്മൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. താങ്കളുടെ SCID അതാത് സ്ഥലത്തെ എന്യൂമറേറ്റർക്ക് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി മാപ്പിൽ താങ്കളുടെ വീടിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്തുക. ചുവന്ന ലൊക്കേഷൻ മാർക്കർ താങ്കളുടെ വീടിന് മുകളിലേക്കോ വീടിനടുത്തേക്കോ നിർബന്ധമായി നീക്കി വെക്കുക. മാർക്കർ താങ്കളുടെ വീടിന് മുകളിലാണെങ്കിൽ പോലും അത് ഒരൽപ്പം നീക്കിയ ശേഷം വീണ്ടും കൃത്യമായി വീടിന് മുകളിലോ വീടിനടുത്തോ കൊണ്ടുവന്ന് വെക്കുക. നമ്മുടെ മാപ്പിംഗ് ആണത്. മൊബൈലാണ് SE ചെയ്യുന്നതെങ്കിൽ 2 വിരലുകൾ ഉപയോഗിച്ച് ചുവന്ന ലൊക്കേഷൻ മാർക്കർ താങ്കളുടെ വീടിന് മുകളിലോ വീടിന് സമീപത്തോ നീക്കി വെക്കുക. നമ്മുടെ മാപ്പിംഗ് ആണത്. മാപ്പിൽ വീടിൻ്റെ കൃത്യമായ സ്ഥാനം കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. കേരള ജില്ല കൊടുക്കുക. കോഴിക്കോട്. ഒരൽപ്പം വീഡിയോ ചിലപ്പോൾ നീണ്ടുപോകും, ക്ഷമിക്കുമല്ലോ. പിന്നെ പിൻകോഡ്, ഞാനെൻ്റെ ഇവിടുത്തെ പിൻകോഡാണ് കൊടുക്കുന്നത്. 673614. നമ്മുടെ വീട് എവിടെയാണോ ഉള്ളത് അവിടുത്തെ പിൻകോഡാണ്. വില്ലേജ്, പട്ടണം, പ്രദേശം. ആപ്പിൽ താങ്കളുടെ വീടിൻ്റെ സ്ഥലത്ത് മാർക്കർ കൊണ്ട് വരയ്ക്കുക. നമുക്കവിടെ പഞ്ചായത്ത് കൊടുക്കുമ്പോൾ പ്രയാസം ഉണ്ടാവും ചിലപ്പം. അതുകൊണ്ട് നമുക്ക് എവിടെയാണ് വീടുള്ളത് അവിടെ വേണമെങ്കിൽ കൊടുക്കാം.
അപ്പോൾ ഞാനത് വാകയാട് എന്ന് തന്നെ കൊടുക്കുകയാണ്. വാകയാട് അങ്ങാടി എന്ന് കൊടുത്ത് നോക്കാം. അത് വരുന്നില്ല. വാകയാട് എന്ന് കൊടുക്കുമ്പോൾ വരും. വാകയാട് നടുവണ്ണൂർ. ഓക്കെ, ഇതിൽ നമുക്കിങ്ങനെ തിരയാം. ഇങ്ങനെ നോക്കിയിട്ട് 2 വിരലുകൊണ്ട് ഇങ്ങനെ സൂം ചെയ്ത് നോക്കാം. നാരായണ റോഡ്. അങ്ങനെ നമ്മൾ സ്ഥലം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്ത് അടുത്തത് എന്ന് കാണിക്കും. അവിടെ സ്ഥിരീകരിക്കുക എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് ചെയ്ത് അടുത്തത് എന്ന ബട്ടൺ വരും. ഇനി അത് റെഡിയാവുന്നില്ലെങ്കിൽ പുനഃസജ്ജമാക്കുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ സ്ഥലം കണ്ടെത്തേണ്ടത്. നമുക്കൊരു ലാൻഡ്മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം കണ്ടെത്താൻ സാധിക്കും. GLP സ്കൂൾ വാകയാട് ഒരു ലാൻഡ്മാർക്കാണ്. അതേപോലെ തന്നെ ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥലം കൊടുത്താൽ കൃത്യമായിട്ടത് ചെയ്യാൻ സാധിക്കും. 2 വിരൽ കൊണ്ട് നമ്മൾ ഇങ്ങനെ സൂം ചെയ്തുകൊണ്ട് നമുക്ക് മാപ്പ് നോക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ടത് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് നമ്മുടെ സംസ്ഥാനം, താങ്കളുടെ താമസ സ്ഥലത്തിൻ്റെ നമ്മുടെ നമ്പർ, ദയവായി താങ്കളുടെ വീടിന് തിരഞ്ഞെടുത്ത സ്ഥലവുമായി തുടരണോ. അപ്പോൾ ആ സ്ഥലം തുടരണമെങ്കിൽ റെഡിയാണെങ്കിൽ ഏതാണ്ട് ഒരു സ്ഥലം എത്തിയാൽ മതി. വാകയാട് പ്രദേശത്ത് നമ്മുടെ ഏതാണ്ട് വീടിൻ്റെ ഒരു സമീപം എത്തിയാൽ മതി. ഇല്ലെങ്കിൽ വേണ്ട എന്നതാക്കി വീണ്ടും പുനഃസജ്ജമാക്കാവുന്നതാണ്. റെഡിയാണെങ്കിൽ വേണമെന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെൻസസ് വീടിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ്. പിന്നീട് സെൻസസ് വീടിൻ്റെ ഓരോ ചോദ്യങ്ങളാണ്. 34 ചോദ്യങ്ങളാണ് നമുക്ക്. 35 ചോദ്യം മൊബൈൽ നമ്പർ അടക്കം ചോദ്യങ്ങളാണുള്ളത്. അതിൽ സെൻസസ് വീടിൻ്റെ നിലത്ത് ഉപയോഗിച്ച പ്രധാന സാമഗ്രി ഏതാണോ അത് കൊടുക്കുക. അധികവും നമുക്ക് സിമെൻ്റ് ആയിരിക്കും. മൊസൈക്ക്, ടൈല് ഒക്കെ ഉണ്ടാവും. അത് ഏതാണോ അത് കൊടുക്കുക. സെൻസസ് വീടിൻ്റെ ഭിത്തിക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രി അത് എന്താണോ അത് കൊടുക്കുക. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. കോൺക്രീറ്റ്. സെൻസസ് വീടിൻ്റെ മേൽക്കൂര ഉപയോഗിച്ചത് എന്താണോ അത് കൊടുക്കുക. അതും അധികവും കോൺക്രീറ്റ്, ഓടുമൊക്കെ ആയിരിക്കും. ഈ സെൻസസ് വീടിൻ്റെ അവസ്ഥ നല്ലതാണെങ്കിൽ നല്ലത്, താമസിക്കാവുന്നത്, ജീർണിച്ചത്. താമസിക്കാൻ പറ്റുന്നതാണെങ്കിൽ അധികവും നല്ലതായിരിക്കും. ഇനി നമുക്ക് സേവ് ചെയ്ത് അടുത്തതിലേക്ക് പോകണമെങ്കിൽ അടുത്തതിലേക്ക് പോകാം. അതല്ല, അത് ഒന്നുകൂടി മാറ്റണമെങ്കിൽ നമുക്ക് പുറകോട്ട് പോകാം, പുനഃസജ്ജമാക്കാം. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഓരോ വിവരങ്ങളും കൊടുക്കുക. ഓരോ വിവരങ്ങളും കൊടുത്തതിന് ശേഷം അവസാനം നമ്മൾ സേവ് ചെയ്യുകയാണ് വേണ്ടത്. തുടരണമെന്ന് താങ്കൾക്ക് ഉറപ്പാണോ? അങ്ങനെ വേണം. അത് സ്ഥിരീകരിക്കുക. സ്ഥിരീകരിച്ചുകൊണ്ട് ഓരോന്നും അങ്ങനെ മുന്നോട്ട് പോവുക. കുടുംബവുമായി ബന്ധപ്പെട്ട വിവരമാണ് പിന്നീട് വരുന്നത്. അത് കൊടുത്തതിന് ശേഷം അടുത്തതിലേക്ക് പോവുക. അങ്ങനെ അവസാനം സബ്മിറ്റ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒരു രൂപം. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഈ കാര്യം പറഞ്ഞു എന്ന് മാത്രമാണ്. ഒരു സെൻസസ് ഡ്യൂട്ടിയുള്ള എന്യൂമറേറ്ററാണ് ഷമീർ. പ്രിയപ്പെട്ടവരെ, അവസാനം 5ാമത്തെ സ്റ്റെപ്പിൽ കുടുംബത്തിൻ്റെ കൈവശമുള്ള ആസ്തികൾ റേഡിയോ ചോദിക്കുന്നുണ്ട്. റേഡിയോ പലപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാലും സ്മാർട്ട് ഫോണിലുണ്ടാവും. അത് നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കാവുന്നതാണ്. ഇല്ല എന്ന് കൊടുക്കാം. ടെലിവിഷൻ ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത അതൊരു സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. മൊബൈൽ, സ്മാർട്ട് ഫോണിൽ ആണ് അധികം ഉപയോഗിക്കാറുള്ളത്. ഇല്ല എന്ന് അടയാളപ്പെടുത്തേണ്ട കുടുംബങ്ങളൊന്നും ഇപ്പോൾ അധികം ഉണ്ടാവില്ല. പിന്നെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. പിന്നെ ടെലിഫോൺ, മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോണ്, ലാൻഡ് ഫോൺ മാത്രമാണെങ്കിൽ അത്, മൊബൈൽ, സ്മാർട്ട് ഫോൺ, സൈക്കിൾ, സ്കൂട്ടർ,
അത് കൊടുക്കുക. കാറ്, ജീപ്പ് അത് കൊടുക്കുക. കുടുംബത്തിൻ്റെ പ്രധാനമായി ഉപയോഗിക്കുന്ന ധാന്യം, അരി, അത് ഓരോരുത്തരും അതിനനുസരിച്ച് മൊബൈൽ നമ്പർ നേരത്തെ കൊടുത്തത് അവിടെ വരും. എന്നിട്ട് ഇനി എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടെങ്കിൽ നമുക്ക് പുറകോട്ട് പോകാം. അല്ലെങ്കിൽ പുനഃസജ്ജമാക്കുക എന്ന ബട്ടൺ നമുക്ക് ടച്ച് ചെയ്യാവുന്നതാവുന്നു. അല്ലെങ്കിൽ എല്ലാം റെഡിയാണെങ്കിൽ സേവ് ചെയ്ത് അടുത്തത് എന്നതിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അവിടെ ഓരോന്നിനും സ്ഥിരീകരണം ചോദിക്കുന്നുണ്ട്. തുടരണമെന്ന് താങ്കൾക്ക് ഉറപ്പാണോ? വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം. വേണ്ട എന്ന് പറയുമ്പോൾ മറ്റേതൊക്കെ പിന്നീട് കൊടുക്കേണ്ടി വരും. വേണമെന്നുള്ളതൊക്കെ റെഡിയാണെങ്കിൽ വേണമെന്നുള്ളത് എടുക്കുക. പിന്നീട് 6ാമത്തെ സ്റ്റെപ്പിൽ റിവ്യൂ ആണ് വരുന്നത്. അതിൻ്റെ ഒരു സ്ഥിരീകരണവും സംസ്ഥാനം, പിന്നെ സെൻസസിൻ്റെ എല്ലാ വിവരങ്ങളും നമ്മളിതുവരെ കൊടുത്തതൊക്കെ, പിന്നെ അതിൻ്റെ ഒരു ഷീറ്റാണ് നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി വരുന്നതാണത്. അത് ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് വായിച്ച് നോക്കണം. എന്നിട്ടാണ് ലാസ്റ്റ് അത് വെരിഫൈ ചെയ്യാവൂ. മേൽക്കൂരയ്ക്ക് ഉപയോഗിച്ചത്, സാമഗ്രി, സെൻസസ് വീടിൻ്റെ അവസ്ഥ, നല്ലത് നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ലതാണെങ്കിൽ നല്ലത് തന്നെ കൊടുക്കുക. ഈ വീടിൻ്റെ കുടുംബത്തിൽ പതിവായി താമസിക്കുന്നവരുടെ എണ്ണം, കുട്ടികളടക്കം എല്ലാവരുടെ എണ്ണം, കുടുംബനാഥൻ്റെ പേര്, പ്രാദേശിക ഭാഷയുടെ പേര് മലയാളം, കുടുംബനാഥൻ്റെ നാഥയുടെ ലിംഗഭേദം, അതാര് കുടുംബനാഥൻ ആണുങ്ങളാണെന്ന് കൊടുത്തെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണ്, പിന്നെ പട്ടികജാതി, പട്ടികവർഗം, മറ്റുള്ളവരാണ് മറ്റുള്ളവർ, ഈ വീടിൻ്റെ ഉടമസ്ഥത, താമസിക്കുവാനുള്ള മുറികളുടെ എണ്ണം, അത് ബാത്റൂം, അതുപോലെ തന്നെ കിച്ചൺ എന്നിവയൊക്കെ ഒഴിവാക്കിയിട്ട് ഉള്ള റൂമുകൾ കൊടുക്കുക. പിന്നെ കുടുംബത്തിൽ താമസിക്കുന്ന ദമ്പതികളുടെ എണ്ണം, ഭാര്യ ഭർത്താക്കന്മാർ എത്രയുണ്ട് എന്നുള്ളതാണ്. കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സ്, കുടിവെള്ള സ്രോതസ്സിൻ്റെ ലഭ്യത, അത്യാവശ്യം കിണർ പരിസരത്താണെങ്കിൽ പരിസരത്ത് നിന്ന് തന്നെ കൊടുക്കുക. വെളിച്ചത്തിൻ്റെ പ്രധാന സ്രോതസ്സ്, കക്കൂസിൻ്റെ ലഭ്യത, അതിൽ കക്കൂസിൻ്റെ തരം അത് ശ്രദ്ധിച്ച് കൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ അഴുക്കുവെള്ള കുഴൽ ബന്ധിപ്പിച്ചിട്ടുള്ളത്, അധികം ഡ്രെയിനേജ് മൂടിയതായിരിക്കും. അങ്ങനത്തെയാണ് കേരളത്തിൽ പൊതുവായിട്ടുള്ള കുടുംബങ്ങൾ. പരിസരത്ത് ലഭ്യമായ കുളിക്കുവാനുള്ള സൗകര്യം, അടുക്കളയുടെയും അതേപോലെ തന്നെ പാചകത്തിൻ്റെയും ഒക്കെയാണ് പിന്നീട് ചോദിക്കുന്നത്. പിന്നെ കുടുംബത്തിന് കൈവശമുള്ള ആസ്തികൾ, അതിൽ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഈ സ്റ്റെപ്പിൽ വരുന്ന ഫോണുകൾ, വാഹനങ്ങളൊക്കെയാണ്. ഇനി സ്ഥിരീകരിച്ചെല്ലാം റെഡിയാണെങ്കിൽ നമുക്ക് സ്ഥിരീകരിച്ച് സമർപ്പിക്കുക എന്നത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി ഡ്രാഫ്റ്റായിട്ട് അത് സേവ് ചെയ്യുകയാണെങ്കിൽ അതങ്ങനെ ചെയ്യാം. യെല്ലോ ചെയ്യാം, യെല്ലോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി എഡിറ്റിലേക്ക് പോകണം. ഇനി ഇതിലെന്തെങ്കിലും നമ്മൾ വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, നമ്മുടെ വിവരങ്ങൾ മാറ്റി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റിലേക്ക് പോകുക എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് വീണ്ടും ഈ സ്റ്റെപ്പിലൂടെ കടന്നു വന്ന് വെരിഫൈ ചെയ്യാവുന്നതാണ്, സ്ഥിരീകരിച്ച് സമർപ്പിക്കാവുന്നതാണ്. ഇത് സ്ഥിരീകരിച്ച് സമർപ്പിക്കുകയാണ്. അന്തിമ സമർപ്പണത്തിന് ശേഷം സമർപ്പിച്ച ഡാറ്റയിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. ഇതോടുകൂടി ഈ ബട്ടൺ വേണമെന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഇത് പൂർത്തിയാവുകയാണ്. അപ്പോൾ ഒക്കെ റെഡിയാണെങ്കിൽ മാത്രം ചെയ്യുക. ഇപ്പോൾ നമ്മളത് സമർപ്പിച്ച് കഴിഞ്ഞു, വിജയകരമായി സമർപ്പിച്ചു. സെൽഫ് എന്യൂമറേഷൻ നമ്മൾ വിജയകരമായി ചെയ്തിരിക്കുന്നു. സെൽഫ് എന്യൂമറേഷൻ്റെ നമ്പറും താങ്കളുടെ HLO പൂർത്തിയാക്കുന്നതിന് എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ഒരു എന്യൂമിനേറ്റർ നിയമിക്കപ്പെട്ടിട്ടുള്ള എന്യൂമിനേറ്റർ നമ്മുടെ വീട്ടിൽ വരും. ജൂലൈ 1 മുതൽ 1, 2, 3 ഡേറ്റുകൾക്ക് ശേഷമാണ് എത്തുക. മാപ്പിങ്ങിന് വേണ്ടി അവർ 1, 2, 3 ഡേറ്റുകളിൽ വരും. അതേപോലെ തന്നെ അതിന് ശേഷം വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇവർ ഈ നമ്പർ പറഞ്ഞു കൊടുക്കുകയും നമ്മൾ ഇതിൽ ഈ ID പറഞ്ഞു കൊടുക്കുകയും അത് അവർ വെരിഫൈ ചെയ്യുകയും ചെയ്യും. അത് നമ്മൾ ആ ID ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നമുക്കത് പിന്നെ ഓർമ്മിച്ച് വെക്കുക, എഴുതി വെക്കാം. ഇതോടുകൂടി നമ്മളിത് പൂർത്തിയാക്കിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.